ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എൻ്റെ ഗാർഡനിലെ കുറച്ച് കളർഫുൾ പ്ലാന്റ്സിനെ കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഇതാണ് കേട്ടോ. ഇത് നല്ല പിങ്ക് ഷെയ്ഡിലുള്ളൊരു പ്ലാന്റാണ്. അതിൻ്റെ സ്റ്റെമ്പ് മൊത്തം പിങ്ക് ഷെയ്ഡാണ്, പേരെനിക്കറിയത്തില്ല. ഇത് നമ്മുടെ സിങ്കോണിയമാണ്. സിങ്കോണിയത്തിൻ്റെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് അഗ്ലോണിമ, ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. ഇത് ഒരു റെഡിഷ് കളറാണ് കേട്ടോ. ഗ്രീൻ ഫസ്റ്റ് വരും, പിന്നെ റെഡ് വരും. ഈ പ്ലാന്റിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇത് നമുക്ക് താഴെയൊക്കെ നടണമെങ്കിൽ നല്ല മരം പോലെ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിപ്പോൾ 8-9 വർഷമായിട്ട് ഞങ്ങൾ ഈ പോട്ടിൽ തന്നെ വെച്ചേക്കണതാണ്. നല്ല പിങ്ക് ഷെയ്ഡും താഴെയായിട്ടാണ് പിങ്ക് ഷെയ്ഡ് വന്നത്. പിന്നെ ഇത് റൂബി പ്ലാന്റ് ആണ് കേട്ടോ. റൂബി പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ കൊണ്ടാൽ മാത്രമേ ഈ കളറിൽ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ഇരിക്കും. വാൻഡ്രിങ്ജു പ്ലാന്റിൻ്റെ താഴെയായിട്ട് നല്ല പർപ്പിൾ ഷെയ്ഡിലുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് വാൻഡ്രിങ്ജു പ്ലാന്റ്. ഇത് കോളിയസ് ആണ്. ഇതിൻ്റെ റെഡ് കളറിലെ കോളിയസാണിത്. പല കളറിലുള്ള കോളിയസ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് പിടിച്ചു കിട്ടാൻ വളരെ പാടുള്ളൊരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. വെള്ളമൊന്നും അധികം ഒഴിക്കരുത്. ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലെ ഫ്ലവറാണ് കേട്ടോ അതിനുള്ളത്. ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. മണ്ണിലാണ് ശരിക്കും ഇത് നടേണ്ടത്. വലിയൊരു മരം പോലെയൊക്കെ ആകും. ഇത് സിങ്കോണിയം തന്നെയാണ്. അതിൻ്റെ പിങ്ക് ഷെയ്ഡിൽ വരണത് 2-3 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ ഷെയ്ഡും താഴെയായിട്ട് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡുമാണ്. ഇതും അതുപോലെ തന്നെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു പ്ലാന്റാണ്. അതിങ്ങനെ നീണ്ടും ഇങ്ങനെ പോകും കേട്ടോ. വാൻഡ്രിങ്ജു പ്ലാന്റ് തന്നെയാണിത്. അത് ഞാൻ കുറച്ച് പോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ റൗണ്ടിലൊക്കെ നട്ടു വെച്ചേക്കണേണ്. ഇത് ബിഗോണിയയുടെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബിഗോണിയാണ്. അതിനൊരു വൈറ്റ് കളറിലെ ഫ്ലവറും ഉണ്ടാവും. പേർപ്പിൾ ഹാർട്ട് പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡിലുള്ള പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് ആണെങ്കിൽ ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ്. ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. പെട്ടെന്ന് അതിൻ്റെ ആ സ്റ്റെംസൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകും. വാട്ടർമെലൺ ബിഗോണിയ ശരിക്കും വാട്ടർമെലൻ്റെ തോട് പോലെ തന്നെ ഇരിക്കുന്നതാണ്. ഇതും ഹാങ് ചെയ്ത് വളർത്താം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ചാനൽ സപ്പോർട്ട് ചെയ്യണേ.